ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസം 13-ാം തീയതി ഇവിടെ ഒരു പന്തൽ വലിച്ചു കെട്ടി ഒരു ചെറിയ രീതിയിൽ നിരാഹാര സമരം തുടങ്ങിയതാണ്. കാരണം അതിനു മുൻപ് 2022 ജനുവരി മാസം 13-ാം തീയതി 33 വർഷമായി കരമടച്ച് റവന്യൂ അവകാശങ്ങളോടുകൂടി താമസിച്ചു വരുന്നവരായിരുന്നു 610 കുടുംബങ്ങൾ. കരമടക്കാൻ ഞങ്ങൾ ഒരു ദിവസം വില്ലേജിൽ ചെന്നപ്പോൾ ഇത് ഞങ്ങളുടെ ഭൂമിയല്ല, ഇത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ ഒരു ദുരവസ്ഥയാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. കുറേ കാഴ്ചകളും ഒക്കെ കൊടുത്ത് കേസ് നടത്താൻ ഈ പറമ്പിന് കേസാണെന്നൊക്കെ പറഞ്ഞ ആളിൽ വന്നിട്ട് കുറേ കാഴ്ചകളൊക്കെ ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഈ പ്രദേശത്തേക്ക് വന്നിട്ടില്ല അവര്. കിടപ്പാടം അന്യാധീനമാകുമോ എന്ന ആശങ്കയിൽ കഴിയുന്ന അനേകം പേരുണ്ട് മുനമ്പത്ത്. We will save the Munambam people. Narendra Modi will save the Munambam people. Only Narendra Modi can save. I will tell you, these people in the Assembly of Kerala have passed a resolution. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The people of Kerala. I think the eyes have it. The eyes have it. The eyes have it. The bill is passed. വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയതിനെ സ്വാഗതം ചെയ്ത് മുനമ്പം ഭൂസംരക്ഷണ സമിതിയും കത്തോലിക്ക സഭയും. ഇതാണ് നമ്മുടെ ഡെമോക്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമായ ഫീച്ചർ.